പരമകാരുണികനായ അല്ലാഹുവിന്റെ സാഗരത്തിലെ തിരമാലകൾ ഉമ്മ വെച്ച് തഴുകി തലോടിപ്പോകുന്ന ഈ കടലിന്റെ സമീപത്ത് നരകം എത്ര ഭയാനകരം എന്ന വിഷയം സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ മഹാപ്രപഞ്ചത്തെ മനുഷ്യനു വേണ്ടി സംവിധാനിച്ച പടച്ചതമ്പുരാൻ ഈ ലോകത്ത് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ച പടച്ചതമ്പുരാൻ നരകവും സ്വർഗവും രണ്ടും അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. മക്കള് നന്നാകാൻ വേണ്ടി ഒരു പിതാവ് അവനെ തല്ലുന്നത് പോലെ ആ പ്രഹരമേൽപ്പിക്കൽ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അഗ്നി എന്ന് പറയുന്നത് മനുഷ്യനെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ അഗ്നിയിലിട്ട് തങ്കം ഉരുക്കിയെടുത്ത് സ്വർണമാക്കി മാറ്റി അതിലെ മാലിന്യങ്ങളെ നീക്കിക്കളയാറുണ്ട്. അത്തരമൊരു ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ നരകം എന്ന് പറയുന്ന സംവിധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണത്തിന്റെ ഒരു സബ്ജക്റ്റ് എന്ന നിലയിലല്ല നരകത്തെ നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നരകം നമുക്ക് വിഷയമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നരകമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ലോകത്തൊരിക്കലും കള്ളം പറയാത്ത ഒരു നേതാവാണ്. അതാണ് നരകത്തിന്റെ പ്രാധാന്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് കാരണമായിട്ട്. നരകമുണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരു മഹാവ്യക്തിത്വമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നരകം ബോധ്യപ്പെടാത്തത്? അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്. നല്ലത് കേൾക്കാൻ ആളുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നാം. സംഗീതത്തിന്റെയും സിനിമയുടെയും ആഘോഷങ്ങളുടെയും മാർച്ചരമ്പലുകളുടെയും പുതിയ ലോകത്ത് ജനബാഹുല്യം കൊണ്ട് പല പ്രദേശങ്ങളും വീർപ്പുമുട്ടുകയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ജീവിതത്തിന്റെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് വിലയിരുത്താൻ, അത് കേൾക്കാൻ, അത് ശ്രദ്ധിക്കാൻ ആളുകൾക്ക് സമയമില്ലാതെ പോയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യത്തിന്റെ ആളുകളായി തീരുകയും ചെയ്യുന്നവർ എപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കും ലോകത്ത്. ഭൂരിപക്ഷവും അതൊന്നും ഗൗരവമായി കാണാത്ത ഒരവസ്ഥാവിശേഷത്തിലായിരിക്കും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും സത്യം മനസ്സിലാക്കാത്ത ആളുകളാകുന്നു എന്ന് അല്ലാഹു പറയും. 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയും, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും സത്യം മനസ്സിലാക്കാത്തവരാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജീവിതം അവസാനിച്ച് മണ്ണിന്റെ ഭാഗമായി മനുഷ്യൻ മാറുന്ന വല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നാം ആലോചിക്കണം. സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം അവസാനിച്ച് അന്ന് നമ്മൾ നമസ്കരിക്കുകയില്ല, നമുക്ക് വേണ്ടി ആളുകൾ നമസ്കരിക്കുകയും, അന്ന് നമ്മൾ കുളിക്കുകയില്ല, അന്ന് നമുക്ക് വേണ്ടി നമ്മെ കുളിപ്പിക്കുകയും, അന്ന് നമ്മൾ ധരിച്ച വസ്ത്രം നമ്മൾ അഴിച്ചു മാറ്റുകയില്ല, അന്ന് മറ്റു പലരും അത് അഴിച്ചു മാറ്റുകയും, അന്ന് നമ്മൾ സഞ്ചരിക്കുകയില്ല, അന്ന് നമ്മളെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം. എല്ലാ മനുഷ്യർക്കുമുണ്ട് ഇങ്ങനെ ഒരു ദിവസം എന്ന് നമുക്കൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങിയവരാണോ ഞാനും നിങ്ങളും? അത്തരമൊരു യാത്ര ഉണ്ടെന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവിനോട് മാത്രം നേർച്ച നേരുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദം എത്താവുന്ന അകലം എത്രേ അതെനിക്ക് അറിയില്ല. ഇവിടുന്ന്
ആ അകലങ്ങളിലെല്ലാം നിൽക്കുന്ന സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, നരകം സത്യമാണ്, സ്വർഗവും സത്യമാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കുക, നരകം എത്ര യാഥാർത്ഥ്യമാണ്, സ്വർഗം എത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ വളരെ വസ്തുതാപരമായി പഠിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എഴുന്നേറ്റ് നിന്ന് ഇടക്ക് പറയുമായിരുന്നു, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. തമാശയായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? കള്ളം പറഞ്ഞിട്ടില്ല. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല എന്ന്. 9 ഭാര്യമാരുടെ കൂടെ ഒരേ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഭാര്യമാരിൽ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറഞ്ഞു എന്ന് വിശ്വസിച്ചവരല്ല. ലക്ഷത്തിലധികം വരുന്ന അനുയായികൾ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവരാരും റസൂലുള്ള കള്ളം പറയുമെന്ന് വിശ്വസിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, ഞങ്ങളുടെ സഹാബികൾ കള്ളം പറയുമായിരുന്നില്ല. കള്ളം എന്താണ്, കളവ് പറയുക എന്നത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. മാത്രവുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കള്ളം പറയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാറുണ്ടായിരുന്നില്ല. അപ്പോ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ നരകമുണ്ട് എന്ന് പറയുന്നത് ഇനി എന്ത് സംശയിക്കാന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ജീവിച്ചൊരു യാഥാർത്ഥ്യമാണ്, കഥാപുരുഷനല്ല, ചരിത്രത്തിന് നേരിൽ ജീവിച്ചൊരു നേതാവാണ്. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച മഹാനായ ഒരു പ്രവാചക തിരുമേനി. വലിയ സാമ്രാജ്യങ്ങളെ ഭരിച്ച് ലോകത്ത് മാതൃകയായ ലോകത്തിലെ ചരിത്രകാരന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ മഹാൻ, ദ 100 ബൈ മൈക്കിൾ എച്ച് ഹാർട്ട്, 100 മഹാന്മാരുടെ ചരിത്രമെഴുതിയെടുത്ത് സാമൂഹ്യ രംഗത്ത്, അതുപോലെ മതപരമായ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, വൈജ്ഞാനിക മേഖലകളിൽ, പരിഷ്കരണ മേഖലകളിലെല്ലാം ലോകത്ത് സ്വാധീനം ചെലുത്തിയ, സയൻസിലൊക്കെ സ്വാധീനം ചെലുത്തിയ മഹാന്മാരുടെ ചരിത്രം എഴുതിയപ്പോ ഒന്നാമത്തെ അധ്യായത്തിൽ മുഹമ്മദിനല്ലാതെ ആർക്കിങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാനുണ്ട് എന്ന് വിശ്വസിച്ച് 1-ാം ചാപ്റ്ററിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ചേർത്തു. ആ പ്രവാചകന്റെ മഹത്വം അതാണ്, അല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് പറയുന്നത് നരകമുണ്ട്. അതെ, അത്തരമൊരു നരകമുണ്ട്. ആ നരകത്തിൽ വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി വിശദീകരിച്ചു. മെഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്നു, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗത്തിന്റെ മുമ്പിൽ നിന്നു ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി. അവിടെ അതാ ദരിദ്രന്മാരായ കുറെ ആളുകൾ, സമ്പന്നന്മാരുടെ പ്രതീക്ഷയല്ല സ്വർഗം എന്ന് പറയുന്നത്. ഞാൻ നരകത്തിന്റെ മുമ്പിൽ നിന്നു, നരകത്തിന്റെ മുമ്പിൽ നിന്നു. നരകത്തിൽ ഞാൻ ധാരാളം സ്ത്രീകളെ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ നരകവും സ്വർഗവും ഒരു യാഥാർത്ഥ്യമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇത് ഞാൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിങ്ങളോടും എന്നോടും സംവദിക്കുകയും പകർന്നു നൽകുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കും, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി ജീവിതത്തിന്റെ എല്ലാം പൊരുളും മരണാനന്തര ജീവിതവും ശരിക്കറിഞ്ഞ ആളായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അർത്ഥത്തിൽ ജീവിച്ചു. അപ്പൊ നമ്മള് പലപ്പോഴും നമുക്കുള്ളൊരു വേദന തന്നെ എന്താണ്? നരകത്തിന്റെ വഴിയാണ് ഭൂരിപക്ഷം ആളുകളും തിരഞ്ഞെടുക്കുന്നത്. മതം എന്ന പേരിൽ പോലും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് നരകത്തിന്റെ വഴിയാണ്. ഈ വസ്തുത നമ്മൾ അറിയണം. നമുക്കുള്ള വേദന എന്താണ്? ഒരു മുസ്ലിമിനെ യഥാർത്ഥത്തിൽ രോഗം ഉണ്ടായാൽ സന്തോഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരു രോഗം ഉണ്ടായാൽ അതൊന്നും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു രോഗം അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും പരീക്ഷണവുമാണ്. രോഗം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും, നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. അപ്പൊ അതൊരു അനുഗ്രഹമാണ്.
പക്ഷേ വിശ്വാസരംഗത്ത് ഒരു ജീർണത വരിക, പിഴച്ചു പോകുക. നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ ജീവിതത്തിൽ ശിർക്ക് വരിക. നല്ല ശരീരം, ആർക്കും തടുക്കാനാവാത്ത നല്ല ആരോഗ്യം, ആരോഗ്യവാനായി തന്നെ മരിച്ചു, പക്ഷെ ശിർക്കിലാണെങ്കിൽ നരകത്തില്. എന്നാൽ മെലിഞ്ഞ് ദുർബലമായി രോഗം പിടിപെട്ട് ആന്തരിക അവയവങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോയാലും തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിലെത്തും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ രോഗമൊന്നൊരു പ്രശ്നമല്ല ദുനിയാവിൽ ഏറ്റവും വലിയ ഖൈർ എന്ന് പറയുന്നത് ഹിദായത്തിലാകുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, മുസ്ലിം കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടി. ഏറ്റവും നല്ലൊരു നേതാവിനെ നമുക്ക് പ്രവാചക തിരുമേനിയിലൂടെ കിട്ടി. ഏറ്റവും വലിയൊരു നേതാവ്, ലോകത്തെല്ലാ കാര്യത്തിനും മാതൃക കാണിച്ച, ജനങ്ങളുമായി എങ്ങനെ പെരുമാറണം, കച്ചവടം എങ്ങനെ നടത്തണം, ജീവിതത്തിന്റെ വ്യവഹാരങ്ങൾ എന്തായിരിക്കണം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും മാതൃക കാണിച്ച ഒരു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മാതൃക കാണിച്ച ഒരു വേദഗ്രന്ഥം, കൃത്യമായി സത്യം പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തിന്റെ ആളുകളായി തീരാൻ സാധിച്ചിട്ടും പിഴച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ കാര്യമല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ മുന്നിലുണ്ട്, നോക്കാൻ ആളുകൾ തയ്യാറല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾ മുന്നിലുണ്ട്, നോക്കാൻ ആളുകൾ തയ്യാറല്ല, പഠിക്കാൻ ആളുകൾ തയ്യാറല്ല. റസൂലുള്ളാഹിനെ പറ്റി വാദവരാതെ സംസാരിക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിൽ നല്ലൊരു ശതമാനം. പ്രിയപ്പെട്ട നബി എന്ന് പോപ്പുലർ ഫണ്ടുകാരുടെ ഒരു ബാനറും നോട്ടീസും ഒക്കെ ഇങ്ങനെ കാണാം. അവരൊട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിൽ പ്രിയപ്പെട്ട പ്രവാചകൻ. നമുക്കൊരാൾ പ്രിയപ്പെട്ടവനാകുമ്പോ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാകുക എന്നറിയോ? അദ്ദേഹത്തെ കൂടുതൽ അനുസരിക്കുക ചെയ്യുക. സ്നേഹം വർദ്ധിക്കുന്തോറും അനുസരണം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ലോകത്ത്. അത് ആ അനുസരണം നന്മയാകാം തിന്മയാകാം. കാരണം കാമുകൻ കാമുകിയെ സ്നേഹിക്കുന്നു. കാമുകനോടുള്ള സ്നേഹം വർദ്ധിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു പെണ്ണ് സമർപ്പിക്കേണ്ട മുഴുവനും കാമുകന് സമർപ്പിക്കുന്നതും സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന്റെ ആധിക്യമാണ്, സ്നേഹത്തിന്റെ വർധനവാണ്. ഒന്ന് പിഴവാണ്, ഒന്ന് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾക്ക് സ്നേഹം വർദ്ധിച്ചിട്ട് നബി ജീവിച്ച പോലെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ട സ്നേഹമാണ്. നബിയോട് സ്നേഹം അത് മൂത്തിട്ട് റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് ചെയ്യുക, നബിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുക, രണ്ടും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സ്നേഹമാണ്. അപ്പൊ ഇവിടെ മനുഷ്യന് ശരിക്ക് ആലോചിക്കാൻ, ഞാൻ എന്റെ ജീവിതം അവസാനിച്ച് എന്റെ നാഥനിലേക്ക് യാത്ര പോകുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥാവിശേഷം എന്നതിനെ കുറിച്ച് ആലോചിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചോദിച്ചു, അബൂദറെ യാത്ര പോകാറുണ്ടോ അബൂദറെ എന്ന് ചോദിച്ചു. ആ, യാത്ര പോകാറുണ്ട് നബിയെ എന്ന് പറഞ്ഞു. അബൂദറെ യാത്ര പോകുമ്പോ യാത്രക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെക്കാറുണ്ടോ അബൂദറെ? യാത്ര പോകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ബാഗിലെടുത്ത് അല്ലെങ്കിൽ എന്ത് സംവിധാനമാണോ അതിലൊക്കെ എടുത്ത് ഒരുക്കി വെച്ച് മുൻകൂട്ടി ഒരു യാത്രക്ക് പ്ലാൻ ചെയ്യാറും ഒരുങ്ങാറൊക്കെ ഉണ്ടോ അബൂദറെ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ പറഞ്ഞു, അതെ ഒരുങ്ങാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കാൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അന്തിമമായ ഒരു യാത്രക്ക് പാതയും ഒരുക്കി വെച്ചിട്ടുണ്ടോ അബൂദറെ? വല്ലാത്തൊരു ചോദ്യമാണത്. ആ ചോദ്യം ഈ സദസ്സിൽ ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കും. മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തൊരു പാതേയമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് ഇങ്ങനെ അവരങ്ങനെയായിപ്പോയി, അവരിങ്ങനെ ചെയ്തു, അവരിങ്ങനെ വിശ്വസിച്ചു, നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്ത് മാഇദ 105-ാമത്തെ വചനത്തിൽ ചോദിക്കാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ അലൈക്കും അൻഫുസക്കും, നിങ്ങളെ നഫ്സിനെ കാത്തോളി, നിങ്ങളെ കാര്യം നോക്കിക്കൊള്ളു ഗൗരവമായിട്ട്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരവസ്ഥാവിശേഷം നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങളെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴിവെച്ചവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഹിദായത്തിലാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ഹിദായത്തിലാകണമെങ്കിൽ എന്ത് വേണം? ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു പറയാണ്, സ്വർഗ്ഗലോകത്തുനിന്ന് ആദം അലൈഹിസ്സലാമും കൂട്ടരും പുറത്തു പോരുമ്പോ പറഞ്ഞ്, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടുന്ന, അള്ളാഹുവിങ്കിൽ നിന്ന് ഉറപ്പുള്ള മാർഗദർശനത്തെ പിൻപറ്റിയ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല എന്ന്. ആയത്തിന് നേരെ വിപരീതമായ ഒരു അർത്ഥമുണ്ട്. ആരല്ലാഹുവിങ്കിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ പിന്തുടർന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരും, അവർ ഭയപ്പെടേണ്ടി വരും എന്നാണ് 2-ാം അധ്യായം 38 പറയുന്നത്. അപ്പോ അബൂദറിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അബൂദറെ,
അള്ളാനെ കണ്ടുമുട്ടാനുള്ള യാത്രക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വെച്ചത്? ആളുകൾ ആലോചിക്കുന്ന വളരെ പ്രധാനമായ കാര്യം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരാടിനെ അറുത്തിട്ട് കട്ട് ചെയ്ത് എല്ലാ ആളുകൾക്കും ദാനം ചെയ്തു. അവസാനം ഒരു കുളമ്പ് ബാക്കിയായി. ഒരു കുളമ്പ് ബാക്കിയായപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, നബിയെ ഒക്കെ പോയി, ഇത് മാത്രമാണ് ബാക്കിയായത്, ഈ കുളമ്പ് മാത്രമാണ് ബാക്കിയായത്. റസൂല് പറഞ്ഞു, ആയിഷ തെറ്റിപ്പോയി, ഇത് നഷ്ടവും കൊടുത്തതൊക്കെ ലാഭവുമാണ് ആയിഷ. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്. എങ്ങനെ ആടിനെ വിതരണം ചെയ്തിട്ട് അവസാനം ഒരു കുളമ്പ് ബാക്കിയായപ്പോ ഇതേ ഇനി മെച്ചുള്ളൂ എന്ന് പറഞ്ഞ ആയിഷ ബീവി. റസൂലുള്ള പറയാ, ആയിഷ അതാണ് നഷ്ടം, ബാക്കി കൊടുത്തതൊക്കെ അക്കൗണ്ടിൽ വന്നു ആയിഷ. എങ്ങനെയാ 50,000 രൂപ കീശയിലിട്ട് പോകുമ്പാണ് പള്ളിക്ക് ദാനം കൊടുക്കാൻ പറഞ്ഞപ്പോ പിശിക്ക് എല്ലാം കൂടി അതും ഇതുമൊക്കെ മനസ്സിൽ തോന്നിയിട്ട് 5,000 രൂപ കൊടുത്തു. വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് 50,000 രൂപ കീശയിലുണ്ടായിരുന്നു, 5,000 പോയി. അങ്ങനല്ല, നിന്റെ കീശയിലുള്ള 45,000 നിനക്ക് നഷ്ടം, 5,000 നിനക്ക് ലാഭം. ഇസ്ലാമിന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആരും ഈ വിഷയത്തിൽ എന്ത് വേണ്ടതില്ല, പരലോകത്തേക്കുള്ള പാതയെ ഒരുക്കുന്നതിൽ ഒരു നിമിഷവും പാഴാക്കരുത്. ഒരു നിമിഷവും, ഒരു സെക്കൻഡ് പോലും. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദാണ് അബ്ദുല്ലാഹിബ്നു ഉമറാണെന്ന് അറിയില്ല, ഒരു ആട്ടിടയനെ കാണുകയാണ്. ശക്തമായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരാട്ടിടയനെ കാണുകയാണ്. ആടിനെ മേച്ചു പോകുന്ന ഒരാട്ടിടയനെ കാണുകയാണ്. അവൻ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള ഒരു പകൽ ഈ ആട്ടിടയൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കല്ല, ടെന്റ് കെട്ടി അവിടെ കൂടുന്നല്ല, മരുഭൂമിയിലൂടെ സൂര്യൻ തലക്ക് മീതെ കത്തിജ്വലിച്ച് വേർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന പകലിൽ ഈ ചെറുപ്പക്കാരൻ നോമ്പുകാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, അല്ല ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഇപ്പൊ നോമ്പ് നോൽക്കേ എന്ന് ചോദിച്ചപ്പോ ആ ആട്ടിടയൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ്, ഞാൻ എന്റെ ദിവസത്തോട് മത്സരിക്കുകയാകുന്നു എന്ന്. അതാണ് ഇസ്ലാം. ഇപ്പൊ നമുക്ക് ഈ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല, അമൂല്യമാണ്, അമൂല്യമാണ്. അപ്പൊ നിന്നും ഇരുന്നും കിടന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടുത്തെ കഥ? മുസ്ലിം സമുദായത്തിന്റെ കണ്ട സിനിമയെ കുറിച്ചുള്ള ഓർമ്മകളിൽ, സീരിയൽ കണ്ടതിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ, ഭൗതികമായ കാര്യങ്ങളുടെ ഓർമ്മകളിൽ അങ്ങനെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും വീട്ടിലേക്ക് കയറി വരികയാണ്. വല്ലാത്തൊരു മുഖഭാവം, അല്പൊക്കെ റൊമാൻറ്റിക് ആയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ്, എനിക്ക് അങ്ങയുടെ മാറിടത്തിലേക്കൊന്ന് ചെരിഞ്ഞ് കിടക്കാൻ പൂതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇന്ന് അതിനെ പറ്റിയൊരു മൂടൊന്നുമില്ല ആയിഷ, നീ ഒരു പായ എടുത്തിട്ട് ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ റസൂല്. അങ്ങനെ റസൂലുള്ള രാത്രി ദീർഘമായി നിസ്കരിച്ചു, കരഞ്ഞുകൊണ്ടേയിരുന്നു റസൂല്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളിലൂടെ, സമൃദ്ധമായ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ഊർന്നിറങ്ങി, ചാലിട്ടിറങ്ങി, ജുബ്ബക്കുപ്പായത്തിലേക്ക് കണ്ണുനീർ ഉറ്റുവിറ്റ് വീണു. അള്ളാഹുവിന്റെ റസൂലിന്റെ ജുബ്ബക്കുപ്പായം നനഞ്ഞു കുതിർന്നു. അവസാന നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഅബത്തിന് നേരെ വലത് കൈ വെച്ച് തലയാണയാക്കി വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നു. നബി കിടന്ന മണൽ പ്രദേശം, നബി കിടന്ന മരുഭൂമിയിലെ മണലൊക്കെ നനഞ്ഞു കുതിർന്നു. സുബഹി ബാങ്കിന്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹിന്റെ ഷോൾഡറിൽ കൈവച്ച് ബിലാൽ ചോദിച്ചു, എന്തു പറ്റി, എന്തിനായി ഈ കരച്ചിൽ, ആരെങ്കിലും വല്ലതും പറഞ്ഞ് വേദനിപ്പിച്ചോ? നബിയെ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ബിലാലെ, അള്ളാഹുവിന്റെ ഖുർആനിൽ 2-3 വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ബിലാലെ, ആ വചനങ്ങളാണ് എന്നെ കരയിപ്പിച്ചത് ബിലാലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഏതാ വചനം? ആ വചനം ഓർക്കുമുണ്ടല്ലോ, നമുക്ക് വേറെ എന്ത് ചിന്തിക്കാനാണ്? ഞാനിവിടെ ഈ ലക്ഷദ്വീപിൽ വരുമ്പോ ഒക്കെ ആലോചിക്കാറുള്ള കാര്യങ്ങളിൽ ഒന്നാണ്, 4 ഭാഗത്തുനിന്നും വെറുതെ ഒരു തിരമാല, ഒന്ന് വെറുതെ ഒന്നാഞ്ഞ് നമ്മളൊരു ലോങ് ജമ്പ് ഒക്കെ ചാടുന്ന പോലെ ഒറ്റ ചാട്ടം, 4 ഭാഗത്തുനിന്നും തിരമാല കഴിഞ്ഞ്, ലക്ഷദ്വീപ് കഴിഞ്ഞ്. 4 ഭാഗത്തുനിന്നും തിരമാല വെറുതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ചാടും, ഒറ്റ ചാട്ടം. ഈ വരുന്ന വരവ് കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങിൽ കഴിഞ്ഞ്, 4 ഭാഗത്തുനിന്നും വന്നാ കഴിഞ്ഞ്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മഹാനഷ്ടക്കാരൻ ഈ ഭൂമിയിൽ ആരാ ഉള്ളത്? തിരമാല വന്ന് തിരിച്ചു പോകുന്നിടത്ത് നല്ലൊരു കുഴി കുഴിച്ച ശുദ്ധജലം, ഉപ്പുജലമില്ലാത്ത ശുദ്ധജലം. അത്ഭുതമല്ലേ ലക്ഷദ്വീപിൽ? ആ പടച്ചോൻ ആരാധിക്കാതെ പടപ്പിനെ വിളിച്ചു പ്രാർത്ഥിച്ച ദുഷ്ട മനസ്സിന്റെ ഉടമകളെ, നിങ്ങളുടെ അവസ്ഥ എന്താ? ലക്ഷദ്വീപിൽ ജീവിച്ചിട്ട് അള്ളാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെ ജീവിച്ചുകൊണ്ടാ മനുഷ്യരെ നിങ്ങൾക്ക് സാധിക്കുക? ലക്ഷദ്വീപ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കടലിന്റെ 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകലെ, തിരമാല വരുന്ന കരയിൽ നിന്ന് അകലെ അള്ളാഹു സ്വന്തമായി ബണ്ട് കെട്ടിയിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ഭാഗമായി ബണ്ട് കെട്ടി നിർത്തിയിരിക്കുക അല്ലാഹ്.
വലിയ കൺമതിൽ കെട്ടിയതുപോലെ കണ്ടിട്ടുണ്ടോ? അവിടെ തട്ടി കപ്പലിൽ നിന്നൊരു അവശിഷ്ടമുണ്ട് ഇവിടെ ഒരു ദ്വീപിൽ, കണ്ടിട്ടുണ്ടാവും. എന്തേ കാരണോ? ആർത്തിലമ്പുന്ന തിരമാലകൾ ആ കെട്ടിൽ വന്നിട്ട് തട്ടിയിട്ട് നുരയും പതയുമായിട്ട് കരയിൽ വരൂ. നേരെ ചൊവ്വേ തിര ഈ കരയിലേക്ക് കയറി വരുന്നില്ല. അള്ളാഹ്ക്കറിയാം അവിടെ കുറച്ച് മനുഷ്യന്മാര് ജീവിക്കുന്നുണ്ട്. ആ റബ്ബ് അതിനനുസരിച്ച് സംവിധാനിച്ചു. പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. സത്യമാണ്, മനുഷ്യൻ അള്ളാഹിനോട് നന്ദി കെട്ടവനാണ്. എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടില്ലാത്ത, ഡോക്ടറേറ്റ് എടുത്തിട്ടില്ലാത്ത സാധാരണ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ജന്തു, ഒരു കുതിര, യജമാനൻ പുല്ലും വെള്ളവും കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ നല്ല രാവിലെ എഴുന്നേറ്റ് യജമാനനെ ചുമലിലേറ്റി രണഭൂമിയിലേക്ക് കാല് കല്ലിൽ തട്ടി തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് വാൾത്തലപ്പേറ്റ് പിന്നെ താഴെ വീഴുമെന്നറിഞ്ഞിട്ടും അത് ഓടി യജമാനെയും കൊണ്ട് അള്ളാഹ് അങ്ങനെ ഉദാഹരിച്ചു പറയാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. വല്ലാത്തൊരു യാഥാർത്ഥ്യം. 100-ാം അധ്യായം 6-ാമത്തെ വചനം, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അപ്പൊ മനുഷ്യൻ എന്തൊക്കെ ചിന്തിക്കാനുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ ചോദിച്ചല്ലോ എന്തിനാ കരഞ്ഞത് എന്ന്. ആ ആയത്തേതാ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. കണ്ടോ, ആയത്ത് അവസാനിക്കുന്ന അങ്ങനെയാ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മുസ്ലിം സമുദായം ഒരുപാട് ഭാഗത്ത് ലോകത്ത് ജീവിക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്ത് ജീവിക്കുന്നില്ലേ? 140 കോടിയിലധികം വരുന്ന ആളുകൾ മുസ്ലിങ്ങളായിട്ട് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിലെ 190, 191 വചനങ്ങൾ നിന്നും ഇരുന്നും കിടന്നും അല്ലേ ഈ സാഗരത്തിന്റെ സമീപത്ത് കിടന്ന് ആകാശത്തിലേക്ക് നോക്കി ഈ കാറ്റും തട്ടി ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ച പടച്ചതമ്പുരാന്റെ സൃഷ്ടിവൈഭവം ഓർത്ത് ഒരു തുള്ളി കരയാൻ, ഒരു കണ്ണുനീര് പൊഴിക്കാൻ, നാഥൻ ചെയ്ത സൗഭാഗ്യങ്ങൾ ഓർക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കണ്ടേ? എന്താ ഒരു ചിന്തയില്ല. യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം, നാക്കാലികള് തിന്നുന്ന പോലെ കുടിക്കുന്ന പോലെ തിന്നും കുടിച്ചും മാർത്തും ഉല്ലസിച്ചും മട്ടഹസിച്ചും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണം മനുഷ്യര്. അവിടെ നരകത്തിന്റെ ഭയാനകത പറയുമ്പോൾ നമ്മൾ ഓർക്കണം, മരിച്ചു പോവും. സത്യം, മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ച് അഗാധമായി ഓർത്തു പോയിട്ടുണ്ട് പലപ്പോഴും ഞാൻ. പള്ളിക്കാട്ടിലെ ശ്മശാനത്തിലൂടെ സമീപത്തുകൂടെ, ഇപ്പൊ എന്റെ നാടൊക്കെ മഹല്ല് തന്നെ ശ്മശാനമൊക്കെ ഉള്ള പഴയ മുജാഹിദ് മഹല്ലുകളാണ്. ആ ഖബർസ്ഥാനിന്റെ അടുത്തൂടെ പള്ളിയിലേക്ക് പോകാൻ കഴിയും. 2 പ്രഗത്ഭമായ മസ്ജിദുകളെയും കടന്നു പോകാൻ ശ്മശാനത്തെ കണ്ടുകൊണ്ടേ പള്ളിയിലേക്ക് കയറിപ്പോകാൻ പറ്റും. എത്ര ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ട് അവിടെ. എന്തായിരിക്കും ഇവരുടെ സ്ഥിതി അല്ലേ? മലക്കുൽ മൗത്ത് വരുമ്പം തന്നെ ബോധ്യപ്പെടും നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ. അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ പെടുത്തി അറിയില്ല. അഹങ്കാരവും ദുരഭിമാനവും നമ്മളെ നയിക്കുമ്പോഴും നാം ഓർക്കണം, എന്തായിരിക്കും അള്ളാന്റെ സന്നിധാനത്ത് നമ്മുടെ അവസ്ഥ. നമ്മൾ എത്രയോ ആളുകളെ അത് അള്ളാന്റെ വലിയ എന്നെ എന്നങ്ങോട്ട് ഉറപ്പിച്ചിരിക്കാൻ. അള്ള പറഞ്ഞോ അള്ളാന്റെ വലിയ? ഇല്ല. അള്ള പറഞ്ഞവരെ പറ്റി മാത്രം നമുക്ക് പറയാം അവരല്ലാന്റെ വലിയകളാണ് അല്ലെ. അബൂബക്കർ സിദ്ദീഖ് ഔലിയ, ഉമർ ഔലിയ, ഉസ്മാൻ ഔലിയ, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ആരും പറയാറില്ല. നമ്മുടെ നാട്ടിലെ നാടന്മാരെ പറ്റി എല്ലാവരും ഔലിയാണ്. നിസ്കരിക്കാത്തവനും ഔലിയ, നോമ്പ് നിൽക്കാത്തവനും ഔലിയ, കുളിക്കാത്തവനും ഔലിയ, പച്ചപ്പൊതുപ്പ് വെച്ചാൽ എല്ലാവരും ഔലിയായി. എന്തൊരു ദുര്യോഗമാണ് നമ്മുടെ നാടുകളിൽ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയില്ല. നമ്മൾ പരിശോധിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇന്നത്തെ സമുദായം ഉള്ളത്. അതുകൊണ്ട് തന്നെ നരകത്തിനെ പറ്റിയുള്ള ഖുർആനിലെ വചനങ്ങളും ഹദീസുകളിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളും വിശദീകരിക്കുക മാത്രമാണ് ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിലെ എന്റെ ഉദ്ദേശം. ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും നരകത്തെ പേടിയാണ് അല്ലെ. ഇവിടെ പിഴച്ചു ജീവിക്കുന്നവനും നിസ്കാരമില്ലാത്തവനും ഈ നരകത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അല്ലെ. എന്ത് ചിന്മ ചെയ്യുന്നവരും നരകത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ശിർക്കിൽ ജീവിക്കുമ്പോഴും അമ്മ വിചാരിക്കുന്നുണ്ടോ നരകത്ത് പോകുന്നത്? അല്ലെങ്കിൽ നരകത്തിലാണ് എന്ന കാര്യം അവന് ഓർക്കാൻ കഴിയോ? ഇല്ല. എല്ലാവരും ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെത്തി. അള്ളാഹു നമ്മളിത് കബൂൽ ചെയ്യട്ടെ. അള്ളൊരു പ്രവൃത്തി കബൂൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്
അല്ലെ? പരസ്പരം പ്രാർത്ഥിക്കും. ഉസ്താദേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. വിദേത്ത് ചെയ്തവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. ആളുകൾക്ക് അത് അറിഞ്ഞുകൂടാ. ഇസ്ലാമിക പ്രമാണം പഠിച്ചാൽ ആർക്കും അറിയാം വിദേത്തുകാരുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോ ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും ഗൗരവമായി കേട്ട് പഠിക്കണം. ആരുടെയും മെമ്പർഷിപ്പ് എടുക്കാനൊന്നും ഇവിടെ ആരും ആവശ്യപ്പെടുന്നില്ല. മറിച്ച് സ്വയം നന്നാവുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ള പഠിപ്പിച്ച പോലെ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാവണം. അതിന് ഞാൻ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു പോവാൻ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറിനോടും സ്വർഗം നമ്മളോട് അടുത്തതാണ്. ഒന്നാറും ഇസ്ലുദാലിക്, നരകവും അങ്ങനെ തന്നെ. നരകവും അങ്ങനെ തന്നെ. എങ്ങനെ? നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറ് നമ്മുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നോ അത്ര ചേർന്ന് നിൽക്കുന്നു സ്വർഗവും, അത്ര തന്നെ ചേർന്ന് നിൽക്കുന്നു നരകവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അതുകൊണ്ട് തന്നെ ആ നരകത്തെ പറ്റി കേൾക്കുമ്പോ പേടിച്ചവരാണ് സഹാബികൾ, കരഞ്ഞവരാണ് സഹാബികൾ. അറിയാലോ, ഇവന്റെ വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം 2-ാമത്തെ വചനപ്രകാരം സാബിത്ത് റളിയല്ലാഹു അൻഹു കരയാണ്. ഭയങ്കര കരച്ചിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദമുയർത്തരുത് എന്ന് ഖുർആനിക വചനമിറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കതകടച്ച് ആണി വെച്ചടിച്ച് കതക് തുറക്കാത്ത വിധം അവിടെ ഇരുന്ന് കരയാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു കാണാതെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ അദ്ദേഹം റൂമിലിരുന്ന് കരയുന്ന കാഴ്ച കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഖുർആനിൽ ഒരു വചനം ഇറക്കിയിട്ടുണ്ട്, അത് എന്നെ കുറിച്ചാണ്. ഞാൻ മദീനയിൽ ഏറ്റവും ശബ്ദമുള്ളവനാണ്. എന്നെ അള്ളാഹു ദാ ആക്ഷേപിച്ചിരിക്കുന്നു. എന്റെ റസൂലിനേക്കാൾ ഞാൻ ശബ്ദിച്ചോ, എനിക്ക് പരലോകം നഷ്ടപ്പെട്ടോ, എനിക്ക് നബിയുമായുള്ള സൗഹൃദം നഷ്ടപ്പെട്ടോ എന്ന് ഭയപ്പെടുകയാണ്. ഒരായത്ത് കേൾക്കുമ്പോ അവര് കരയാണ്, അവര് ഭയപ്പെടുകയാണ്. നിങ്ങൾക്കറിയില്ലേ, അബ്ദുല്ലാഹിബ്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ ആയത്തിൽ ഓതി. 14-ാമത്തെ ആയത്ത് ഓതിയപ്പോ ബോധം കെട്ട് വീണു. അദ്ദേഹം ബോധരഹിതനായി നിലംപതിക്കുകയാണ്. അദ്ദേഹം ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു. ആ ആയത്ത് എന്നിലും നിങ്ങളിലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? ആ ആയത്ത് കേൾക്കുമ്പോൾ നമ്മളിൽ എന്ത് ഉൾക്കിടലമാണ് ഉണ്ടാക്കിയത്? ആ ആയത്ത് കേട്ടപ്പോ ബോധം കെട്ട് വീഴുക ഒരു ഇമാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ, ഒരുപാട് പള്ളികൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്ക്, നിങ്ങളുടെ പള്ളി ഇങ്ങക്ക് എന്നൊക്കെയാണല്ലോ ഇന്നത്തെ ശൈലി. അങ്ങനത്തെ ഒരു നാട്ടിൽ ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ ഗൗരവമായി ആലോചിക്കുക. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലൈലിലെ ഈ വചനം നമ്മളിൽ എന്ത് ബോധക്ഷയമാണ് ഉണ്ടാക്കിയത്? നരകത്തെ കൊണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്ത വചനാത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ വചനാത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഭരണകാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉമറേ എനിക്ക് ഷർട്ട് വേണം ഉമറേ. ഞാൻ തന്നില്ല, നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ ഉമറേ, പക്ഷേ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ആനയിക്കുമ്പോ അവിടെ ഞാൻ അള്ളാഹുവിനോട് അല്ലെ, അവിടെ ഉമറെ മറുപടി പറയേണ്ടി വരും എന്ന് കേൾക്കേണ്ട താമസം കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഷർട്ട് അയച്ചു കൊടുക്കുകയാണ്. അവര് കരയുകയാണ്. അല്ലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഹുദൈഫത്തുൽ യമാനിയെ ചെന്ന് കണ്ട് ചോദിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ മുനാഫിക്കുകളെ കുറിച്ച് താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഞാനുണ്ടോന്ന്, ആ കൂട്ടത്തിൽ ഞാനുണ്ടോന്ന് ചോദിക്കുമായിരുന്നു. ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആണ് ഹുദൈഫത്തുൽ യമാനിയോട് ചോദിക്കുന്നത്, ഹുദൈഫ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോന്ന്. ബേജാറാണ്. മാത്രമല്ല റജ്ജാൽ എന്ന് പറഞ്ഞിട്ടൊരു സഹാബി ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബിമാരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നരകത്തിലായിരിക്കും. അദ്ദേഹത്തിന്റെ പല്ലുകൾ ഉഹുദ് മലയോളം വലുപ്പുണ്ടാവും നരകത്തില്. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച കുറെ സഹാബികൾ അവരെല്ലാം മരിച്ചു പിരിഞ്ഞു. 2 സഹാബികൾ മാത്രം ബാക്കിയായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും റജ്ജാലും ബാക്കിയായി. അബൂ ഹുറൈറ ബേജാറാകാൻ, ഇനി 2 സഹാബികളാണ് ഇതിൽ ബാക്കിയുള്ളത്. ഞാനായിരിക്കുക മുനാഫിക്ക്, ഞാനായിരിക്കുക നരകവാസി, എന്റെ അവസാനം അന്തിമം
അല്ലെ? ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, കാഫിറായിട്ട് ഇങ്ങനെ ജീവിച്ച് അവസാന ഘട്ടത്തിൽ മുഅ്മിനായിട്ട് സ്വർഗാവകാശിയാവും. മുഅ്മിനായിട്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത് കാഫിറായി നരകാവകാശിയായി പോകുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ കവറത്തി ദ്വീപിലെ സഹോദരങ്ങളെ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കേണ്ടവരെ, ഖുർആനും സുന്നത്തും അനുസരിക്കേണ്ടവരെ, സഹാബികളുടെ ചര്യ അനുസരിക്കേണ്ടവരെ, അബൂ ഹുറൈറ കരയുകയാണ്, എന്റെ സ്ഥിതി എന്താണ്? ഞാൻ നരകാവകാശിയായി പോകുമോ? നിസ്കരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം ഉസ്താദുമാര് പറയാ, ഫർള് നിസ്കരിക്കണ്ട, നോമ്പരിട്ടിക്കണ്ട, മൗലിദ് ഓതിയാൽ സ്വർഗം കിട്ടുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ കൈവശമുണ്ട്, അല്ലേ? ബാക്കവി എഴുതുന്നു, അംസക്കോയ ബാക്കവി എഴുതുന്നു, നിസ്കാരവും നോമ്പില്ലെങ്കിലും മൗലിദ് ആഘോഷിച്ചാൽ രക്ഷപ്പെടും. എവിടെ രക്ഷപ്പെടും? കള്ളന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന അല്ല, പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ? അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ? അല്ലെങ്കിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ? അല്ല. പിന്നെയോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. എങ്ങനെ? ഫർളാകുന്ന നിസ്കാരം ഇല്ലെങ്കിലും, ഫർളാകുന്ന നോമ്പില്ലെങ്കിലും, ഇസ്ലാം കാര്യങ്ങളിൽ സുപ്രധാനമായ ഈ 2 ഇബാദത്തില്ലെങ്കിലും, ആരാധനകളിൽ നമസ്കാരത്തെ കുറിച്ചാണ് പരലോകത്ത് ചോദ്യമെന്ന് പഠിപ്പിച്ചിട്ടും അതില്ലെങ്കിലും ബിദ്അത്താകുന്ന, അടിസ്ഥാനപരമായി ബിദ്അത്താകുന്ന മൗലിദ് ഓതിയാൽ രക്ഷപ്പെടുമെന്ന് പഠിപ്പിക്കുകയാണ് മലയാളക്കരയിലെ പുരോഹിതന്മാർ. പിന്നെ എങ്ങനെ മനുഷ്യർ നിസ്കരിക്കും? എങ്ങനെ നരകത്തെ പേടിക്കും? ഒരു കൊല്ലത്തിലെ ഏതോ വർഷത്തിലെ ഒരു ദിവസം മൗലിദ് ഓതി രക്ഷപ്പെടും. ഉസ്താദാ പറയുന്നത്, അംസക്കോയ ബാക്കവിയ പറയുന്നത്. ആലിമല്ലേ, തലപ്പാവില്ലേ, ജുബ്ബയിട്ടിട്ടില്ലേ, ഉസ്താദല്ലേ, പഠിച്ചാലല്ലേ, ഹദീസ് തിരിയുന്ന ആളല്ലേ, ഹദീസ് ഉദ്ധരിച്ചിട്ടല്ലേ പറയുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അവർ പരലോകത്ത് വരും. അതൊക്കെ അല്ല വിശദീകരിക്കുന്നുണ്ട്. ഇഹലോകത്ത് ഉള്ള മനുഷ്യർക്ക് പരലോകത്ത് നരകത്തിലെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആയത്തുകൾ പറഞ്ഞു തരാം. ഇങ്ങനെ സഹാബികൾ മുഴുക്കെ നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കറിയുമോ, ഇന്ന് അങ്ങനെ ഒരു ഖുത്ബയുണ്ട് മുസ്ലിം സമുദായത്തിൽ? ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഖുത്ബ പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച. സഹാബികൾ പറയും, നബി കരഞ്ഞു, ഞങ്ങളെല്ലാവരും കരഞ്ഞു, ഞങ്ങളെല്ലാവരും കരഞ്ഞു, നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. അന്ന് ഞങ്ങൾ ജുമാ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പോയില്ല, ആർക്കും പള്ളിയിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നിയില്ല. അന്ന് ഞങ്ങൾ ജുമാ കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്നു, നരകത്തെ കുറിച്ച് കേട്ടിട്ട്. നമ്മുടെ സമുദായം, മുസ്ലിം സമുദായം അറബിയിലെ കുത്തുബ കേട്ടു, ഒന്നും തിരിഞ്ഞില്ല, ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് കൈയൊക്കെ പിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി എങ്ങനെ വരികയാണ്? ദുഃഖമില്ല, ആകുലതകളില്ല. ഇന്നത്തെ കുത്തുബ എന്നെ സ്വാധീനിച്ചു എന്ന് പറയാൻ പാവം പിടിച്ച സമസ്തക്കാരെ, നിങ്ങൾക്ക് അവസരം നിഷേധിച്ച നിങ്ങളെ വഞ്ചിച്ച നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങളെ തിരിച്ചറിയണം. സ്നേഹം കൊണ്ടാണ് ഈ പറയുന്നത്, ആഖിറത്തെ ഓർത്തുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. ഒരു ഖുത്ബ കേട്ടിട്ട് ഒരു സ്വാധീനവും ഇല്ലെങ്കിൽ എന്തിനാ ഖുത്ബ? 500 ഖുത്ബ നടത്തിയ അല്ലാഹുവിന്റെ റസൂൽ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ സമുദ്ധരിച്ചു. അവര് നന്നായി. റസൂൽ ഹദീസിലുള്ളത് ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. റസൂലുള്ളാഹിക്ക് 2 ഖുത്ബുണ്ട്. ഒന്നിങ്ങനെ കുറച്ച് ദൈർഘ്യമേറി, പിന്നെ ഇടയ്ക്ക് ഇരുന്ന് ഒന്ന് എഴുന്നേറ്റ് അങ്ങനെ, എന്നിട്ട് ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ റസൂലുള്ള ഉത്ബുദ്ധരാക്കി. ഈ ഉത്ബുദ്ധത എന്ന മലയാള പദം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരവസ്ഥയിൽ നിന്ന് ഓരോ ഖുത്ബ കേൾക്കും തോറും പ്രോഗ്രസ് വർദ്ധിച്ചു വരും. സ്വഭാവങ്ങളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അവന് തിന്മ മാഞ്ഞുകൊണ്ടേയിരിക്കും. അവനിൽ തെക്കുവ കൂടിക്കൊണ്ടേയിരിക്കും. 500 ഖുത്ബകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമഅയായിട്ട് വെള്ളിയാഴ്ച നടത്തി. ആ ഖുത്ബകൾ കേട്ടിട്ട് ആ മനുഷ്യർ നന്നായത്, സഹാബികൾ കരഞ്ഞത്, ബേജാറായത്, സങ്കടപ്പെട്ടത്, ദാനം ചെയ്തത്. ഒരു ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരു ദരിദ്രനായ മനുഷ്യൻ അയാൾ കടന്നു വന്നു. അയാളങ്ങ് ഇരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, എഴുന്നേക്കൂ, എഴുന്നേക്കൂ, 2 റക്അത്ത് നിസ്കരിക്കൂ, എന്നിട്ട് ഇരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് ഖുത്ബയുടെ അവസാനത്തിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതിനെ കുറിച്ച്, ഡ്രസ്സ് ദാനം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ ഉത്ബോധിപ്പിച്ചു. ആ ഖുത്ബ സഹാബികൾ സ്ട്രൈക്ക് ചെയ്തു. അവരവരുടെ നല്ല ഡ്രസ്സുകൾ കൊണ്ടുവന്ന് മസ്ജിദുൽ നബവിയിൽ നിക്ഷേപിച്ചു. ഖുത്ബയ്ക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ 2 ഡ്രസ്സ് അതിൽ നിന്ന് നല്ല സെലക്ട് ചെയ്ത് ആ താമസിച്ച് കയറി വന്ന മുഷിഞ്ഞ ഡ്രസ് ഇട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത് കൊണ്ടിരിക്കോ, നല്ല ഡ്രസ് ഇടുന്ന പറഞ്ഞു. ചരിത്രം എനിക്ക് അത്ഭുതത്തോടുകൂടി വായിക്കാൻ കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും വായിച്ചാൽ അത്ഭുതം തോന്നും. അടുത്ത വെള്ളിയാഴ്ച നേരെ അയാൾ വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. രണ്ടാമത് പറയേണ്ടി വന്നിട്ടില്ല.
ഒരു നന്മയെക്കുറിച്ച് സഹാബികളോട് രണ്ടാമത് പറയേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരു തിന്മയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഉണർത്തേണ്ട ഒരവസ്ഥ പ്രവാചകന് വന്നിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അയാള് വന്നു, 2 റകഅത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നു. അന്ന് റസൂലുള്ള ദാനധർമ്മത്തെ കുറിച്ച് ബോധിപ്പിച്ചു. അന്നുണ്ടായ സംഭവം എന്തറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച 2 ഡ്രസ് ദാനമായി വാങ്ങിയ മനുഷ്യൻ അടുത്ത വെള്ളിയാഴ്ച 2 ഡ്രസ് ദാനമായി കൊടുക്കുന്ന അവസ്ഥ, ഒരു ഖുത്ബയുടെ പരിവർത്തനം. നോക്കൂ, ഈ ഒരു സൗഭാഗ്യം കേരളത്തിലെ സമസ്തക്കാർക്ക് ഉണ്ടോ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. നിങ്ങൾ ഞങ്ങളെ മറന്നോളി, ഞങ്ങളുടെ പണ്ഡിതന്മാരെ മറന്നോളൂ. നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും വളച്ചുകെട്ടില്ലാതെ നിങ്ങളൊന്ന് കേട്ടു നോക്കി, വളച്ചുകെട്ടില്ലാതെ നിങ്ങൾ കേൾക്കി. നരകത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷണമാണിത്, അതെങ്കിലും നിങ്ങളൊന്ന് കേൾക്കി. നാളെ നരകത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിന് എങ്ങനെ മറുപടി പറയാം എന്ന് കുറിപ്പ് ഇതല്ല വേണ്ടത്. എന്തൊക്കെ കാരണം കൊണ്ട് നരകത്ത് പോകും? ഞാനത് മാത്രമാണ് ഇനി പറയും. എന്തെല്ലാം കാരണങ്ങൾ. അതിലൊന്ന്, ചിന്ത വർക്ക് ചെയ്തിട്ടില്ലേ നരകത്ത് പോകും. ചിന്തിച്ചിട്ടില്ലെങ്കിൽ. ഏത് കാര്യത്തിലാണ് ചിന്തിക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞു, ആകാശഭൂമികളെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ഇസ്ലാമിൽ. സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടില്ലെങ്കിൽ നരകത്ത് പോകുന്നാണ് അല്ലാഹു പറയുന്നത്. ഞാൻ ആ ഭാഗമാണ് ആദ്യമായി ഖുർആനിൽ നിന്ന് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വലഖദ് ദഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യവർഗത്തിലും ജിന്നവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം നിറയ്ക്കും എന്ന്. ഒന്ന് ആലോചിച്ചു, ആ ആയത്ത് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കി. 7-ാം അധ്യായം 179-ാമത്തെ വചനം. ആ വചനം പറയുന്നത് ജിന്നവർഗത്തിലും മനുഷ്യ